നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 1786-87 കാലഘട്ടത്തിൽ നിർമ്മിച്ച ടിപ്പു മസ്ജിദ് അല്ലെങ്കിൽ മസ്ജിദുൽ ജാമിയിലേക്കാണ്. അതിനു മുമ്പ് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലിയുടെയും അദ്ദേഹത്തിന്റെ പത്നി ഫക്രുന്നീസയുടെയും വാത്സല്യനിധിയായ മകനായിട്ട് 1750 നവംബർ 20 ബാംഗ്ലൂരിലെ ദേവനഹള്ളിയിൽ ജനിച്ച ടിപ്പു സുൽത്താൻ 1752 മുതൽ 1799 അദ്ദേഹത്തിന്റെ മരണം വരെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മൈസൂർ പ്രവിശ്യയെ അടക്കി ഭരിച്ചു. തന്റെ രാജ്യത്ത് ഒട്ടനവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച അദ്ദേഹം പുതിയ നാണയ സംവിധാനം, മീലാദി കലണ്ടർ, ഭൂനികുതി വ്യവസ്ഥ, പട്ടുതുണി വ്യവസായം തുടങ്ങിയ ഒരുപാട് പരിഷ്കാരങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു. റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ അത്യാധുനിക പടക്കോപ്പുകളുടെ പിൻബലത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ അദ്ദേഹം മുൾമുനയിൽ നിർത്തി. 1782 ഡിസംബർ 10 മുതൽ 1799 മെയ് 4 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. കന്നഡ, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, അറബിക്, ഫ്രഞ്ച് എന്നീ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം ഖുർആനിലും ഫിലോസഫിയിലും സയൻസിലും ഹിസ്റ്ററിയിലും ആയോധന കലകളിലും കുതിരസവാരിയിലും മികച്ച പരിശീലനം നേടി. 2 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന അയൺ റോക്കറ്റിന്റെ സംവിധാനവും അദ്ദേഹം കണ്ടുപിടിച്ചു. യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യനായും നല്ലൊരു സൈനിക നേതാവായും മികച്ച ഒരു ഭരണാധികാരിയായും അദ്ദേഹം ഉയർന്നു വന്നു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 3 ദശാബ്ദങ്ങളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ രാജ്യവും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളുടെ പരമ്പരയെയാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ 4ാമത്തെ യുദ്ധമാണ് ടിപ്പു സുൽത്താന്റെയും മൈസൂർ സാമ്രാജ്യത്തിന്റെയും പതനത്തിന് കാരണമായത്. ഈ യുദ്ധത്തിൽ 35,000-ഓളം വരുന്ന ടിപ്പുവിന്റെ സൈന്യത്തെ 1.5 ലക്ഷത്തിലധികം വരുന്ന ശത്രു സൈന്യം 4 ഭാഗത്തു നിന്നും വിശ്വസ്തരായിരുന്ന ചില അനുയായികളുടെ സഹായത്തിൽ കടന്നാക്രമിക്കുകയായിരുന്നു. 1799 മെയ് 4 ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താനെ ഒരു രഹസ്യ സന്ദേശം ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് ഗഫൂർ വധിക്കപ്പെട്ടു. ആ വാർത്ത കേട്ടയുടൻ തന്റെ വാളും ശിരോകവചവും എടുത്തുകൊണ്ട് അദ്ദേഹം പോരിനിറങ്ങി. ശത്രു സൈന്യത്തെ ആക്രമിച്ചു മുന്നേറിയ അദ്ദേഹത്തിന്റെ കുതിരക്ക് പരിക്കേൽക്കുകയും കുതിരയോടൊപ്പം അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. യുദ്ധക്കളത്തിൽ വീണുകിടക്കുന്ന ടിപ്പുവിനോട് അങ്ങ് സുൽത്താനാണെന്നും ജീവൻ രക്ഷിച്ചുകൂടെ എന്നും രാജാഖാൻ എന്നൊരു അനുചരൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. വീണുകിടക്കുന്ന ടിപ്പുവിന്റെ ബെൽറ്റിലെ സ്വർണ്ണക്കൊളുത്ത് ഊരാൻ ശ്രമിച്ച ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനെ തന്റെ വാള് കൊണ്ട് അദ്ദേഹം വെട്ടിവീഴ്ത്തി. വെട്ടേറ്റ് നിലത്ത് വീണ ആ പട്ടാളക്കാരൻ പോയിന്റ് ബ്ലാങ്കിൽ ടിപ്പുവിന്റെ തലയിലേക്ക് വെടിവെക്കുന്നു. അങ്ങനെ ആ ധീര രക്തസാക്ഷി തന്റെ നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലെ ശ്രീരംഗപട്ടണത്തിൽ ടിപ്പു മസ്ജിദിന് മുന്നിലാണ്. പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിൽപ്പുണ്ട്. ഞങ്ങൾ മെയിൻ ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിക്ക് വലതു ഭാഗത്തായി കാണുന്ന ഈ കുളം കണ്ടില്ലേ? ഈ കുളത്തിൽ നിന്നുമാണ് ടിപ്പുവും അനുചരന്മാരും നമസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തിയിരുന്നത്. കറണ്ട് ഇല്ലാതിരുന്ന കാലത്ത് വെളിച്ചത്തിന് വേണ്ടി ഈ ചെറിയ ഹോളുകളിൽ അവർ വിളക്കുകൾ വെക്കുമായിരുന്നു. വേറെ ഒരു പ്രത്യേകത കൂടി ഈ കുളത്തിനുണ്ട്. വരൾച്ച സമയത്തും ഈ കുളത്തിലേക്ക് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കാവേരി നദിയിൽ നിന്നും വലിയ ഒരു പൈപ്പ് ഈ കുളത്തിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു. ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ഈ പൈപ്പ് തകർക്കുകയും ചെയ്തു. 200 സ്റ്റെപ്പുകളുള്ള മനോഹരമായ 2 മിനാരങ്ങളാൽ പണിതുയർത്തിയ 2 നിലകളിലുള്ള ഈ പള്ളി ഇപ്പോൾ ഇസ്ലാമിക പഠന കേന്ദ്രമായി ഉപയോഗിച്ചു വരുന്നു. ചുമരുകളിൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഭീമൻ ക്ലോക്കും നമുക്കിവിടെ കാണാം. പക്ഷെ അത് നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. മൈക്കും സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇവിടെ നിന്നിട്ടാണ് ബാങ്ക് കൊടുത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. 1ാമത്തെ നിലയിലെ ഈ വാതിലുകൾ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ഈ കാണുന്നത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പിട കൊണ്ട് എഴുതിയ അറബി പേർഷ്യൻ ഭാഷയിലുള്ള ഖുർആനോ ഹദീസോ മറ്റെന്തോ ആണിത്. നമ്മൾ ഈ കാണുന്ന ചുമരുകളും മേൽക്കൂരയും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് സങ്കീർണങ്ങളായിട്ടുള്ള ചിത്രപ്പണികൾ കൊണ്ടും പെയിന്റിങ്ങുകൾ കൊണ്ടും. ടിപ്പുവിനെ കൊന്നിട്ടും പക തീരാത്ത ബ്രിട്ടീഷ് പട്ടാളക്കാർ പള്ളിയുടെ പല ഭാഗങ്ങളും നശിപ്പിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അക്കൂട്ടത്തിൽ ഈ പെയിന്റിങ്ങുകളും വൈറ്റ് വാഷ് ചെയ്ത് നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
275 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് നിർമ്മിച്ച ഈ പള്ളിയുടെ ഉൾവശം കണ്ടാൽ അറിയാം അന്നത്തെ ആളുകൾ എത്രത്തോളം കഴിവുള്ളവരായിരുന്നു എന്ന്. ടിപ്പുവിന് ഏറ്റവും ഇഷ്ടമുള്ള 3 സാധനങ്ങൾ പൂവ്, മുന്തിരി, പൈനാപ്പിൾ എന്നിവ കൊണ്ട് സീലിംഗ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എങ്കിലും അതിനെ വൈറ്റ് വാഷ് ചെയ്ത് നശിപ്പിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ പള്ളിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള ടിപ്പു സുൽത്താന്റെ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹം പള്ളിയിലേക്ക് വന്നിരുന്ന തുരങ്കമാണിത്. ഇതും ബ്രിട്ടീഷുകാർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള 10ഓളം ഖബറുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജകുടുംബങ്ങളുടെയും സൈനികരുടെയും ടിപ്പുവിന്റെ വിശ്വസ്തരുടെയും ഖബറുകളാണിവ. മനോഹരമായ ടിപ്പു മസ്ജിദിനോട് യാത്ര പറഞ്ഞു ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.